റീപ്ലൈ ചെയ്യും. ഹലോ, അതന്നെ. അതിൽ എത്ര പ്രോബ്ലം ചെയ്തു? രണ്ടാമത്തെ പ്രോബ്ലം ചെയ്തോ? കംപ്ലീറ്റ് ആയോ? ഒരു ആവറേജ് സാലറി ഒരു 19,500 ക്രെഡിറ്റ് ലീവ് 8 ഒരു എമൗണ്ട് റിസീവ്ഡ് 1,58,600 വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തില്ലേ? കംപ്ലീറ്റ് ആയോ? ഇല്ല. എവിടെ എത്തിയേ? 3 പ്രാവശ്യം ചെയ്തു. എനിക്ക് ഒരു ഓർമ്മ വെച്ചിട്ടുണ്ട്. ഏതാണ്? ഒന്ന് ആവറേജ് സാലറി ഫോർ ലീവ് ഡ്യൂ 1,56. ആവറേജ് സാലറി ഫോർ 10 months 1,95. രണ്ടും ചെയ്തില്ലേ? എമൗണ്ട് ആക്ച്വലി റിസീവ്ഡ് എഴുതി വെച്ചിരുന്നോ? മാക്സിമം എമൗണ്ട് എഴുതി വെച്ചിരുന്നോ? ഇല്ല. എന്നാ കൊടുക്കുക. അടുത്തത് നാലാമത്തെ പ്രൊവിഷൻ. ഏതാ മാക്സിമം എമൗണ്ട്? എത്രയാ? 3 lakh. ഇനി എന്താ ചെയ്യാറ്? 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരു 1,56 ഉണ്ട്, ഒരു 1,95 ഉണ്ട്, 1,58,600 ഉണ്ട്, ഒരു 3 ലക്ഷം ഉണ്ട്. ഏറ്റവും ചെറുത് ഏതാ? ലീസ്റ്റ് ഏതാ? ലീസ്റ്റ് എമൗണ്ട് എത്രയാ? എത്ര കുട്ടികളാ? 1,56 ആണോ, 1,58,600 ആണോ, 1,95 ആണോ, 3 ലക്ഷം ആണോ? 1,56 അല്ലേ? 1,56. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? എക്സംപ്റ്റഡ്. അപ്പൊ ടാക്സബിൾ എങ്ങനെ കാണുക? ആക്ച്വൽ റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ്. ആക്ച്വൽ റിസീവ്ഡ് എത്രയാ? 1,58,600. അതിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള 1,56 കുറച്ചു. എത്ര വരിക? 2,600. ടാക്സബിൾ 2,600 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതോടുകൂടി സാലറിയുടെ പ്രോബ്ലംസ് കഴിഞ്ഞു. ഇനി 2 എണ്ണം റിട്ടയർമെന്റ് ബെനിഫിറ്റുമായി ബന്ധപ്പെട്ട റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനും വളണ്ടറി റിട്ടയർമെന്റും ഉണ്ട്. അതുമായിട്ട് പ്രോബ്ലംസ് വരാറില്ല. അപ്പോൾ ഇതിന്റെ പ്രൊവിഷൻസ് നമുക്ക് പിന്നീടൊന്ന് ഡിസ്കസ് ചെയ്യാം. എപ്പോഴെങ്കിലുമൊക്കെ ലാസ്റ്റ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം ഈ ഒരു ഭാഗം തന്നെ നമ്മൾ 2.5-3 മാസമായി സാലറി എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിന്റെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ ഇനിയും ഉണ്ട് നമുക്ക് 3-4 മൊഡ്യൂൾ. ശരിക്കും പറയുകയാണെങ്കിൽ 2 മൊഡ്യൂൾ ആകെ തീർന്നത്. ഇപ്പോൾ സാലറിയിൽ ഒരുപാട് ഏരിയ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് മാറും. പഠിച്ചോളാം. കുറേ റെക്കോർഡ്സ് ഉണ്ട്. ഏത് ഭാഗം നോക്കിയാലും നമുക്ക് കിട്ടും. ഒരു വട്ടെങ്കിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഏരിയയിലോട്ട് കടക്കണം. നമ്മൾ അതിനു മുമ്പ് ഇൻകം ടാക്സിൽ 5 ഹെഡുകളാണ് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. ആ 5 ഹെഡുകളുടെ ഇൻകം കൂട്ടിയതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിരുന്നു. അതിന്ന് ഡിഡക്ഷൻസ് കുറച്ചതാണ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിരുന്നു. ആ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ ഒരു സ്ലാബ് വെച്ചിട്ട് പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങോട്ട് എത്തണമെങ്കിൽ ഈ 5 ഹെഡുകളും പഠിക്കണം. അതിലൊരു ഹെഡാണ് നമ്മൾ നിലവിൽ പഠിച്ചത്, ഇൻകം ഫ്രം ഏതാ? സാലറി അല്ലേ? സാലറി മാത്രമല്ലേ പഠിച്ചേ? അല്ല കുട്ടികളെ? യെസ്. ഇനി നമുക്ക് ബാക്കി 4 ഹെഡുകളുണ്ട്. ഏതൊക്കെയാണ് ആ 5 ഹെഡ്? ഇൻകം ഫ്രം സാലറി സെക്കൻഡ് വൺ. ഇൻകം ഫ്രം HP അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി. ദെൻ തേർഡ് വൺ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. നെക്സ്റ്റ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ മതി. ലാസ്റ്റ് വൺ അതർ സോഴ്സ്. അപ്പൊ സാലറി കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻകം ഫ്രം HP ആണ്. ഇത് ഡീൽസ് വിത്ത് സെക്ഷൻ 22 to 27. 22 മുതൽ 27 വരെ ഒരുപാട് ഏരിയ ഒന്നും ഇതിലില്ല. സാലറി പോലെ കുറച്ച് ഭാഗമേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്.
സോ എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത്. സെക്ഷൻ 22 പ്രകാരം ഇത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇൻകം ഫ്രം HUP കൺസിസ്റ്റ് ഓഫ് any building or land appurtenant thereto of which the assessee in the owner and which is not used for the purpose of assessee's business or profession is chargeable to tax under this head. ചുരുക്കി പറഞ്ഞാല് നമുക്ക് ഒരു ബിൽഡിങ്, അതുമായി ബന്ധപ്പെട്ടൊരു ലാൻഡ്, അതിന് നമ്മൾ അസസി ഓണർ ആയിട്ടുള്ള അയാൾക്ക് ബിസിനസ് പരമല്ലാതെ യൂസ് ചെയ്യുന്ന, ബിസിനസ് പരമായി കഴിഞ്ഞാൽ അത് ഈ ഹെഡിൽ വരൂല, ബിസിനസ് പരമല്ലാതെ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ കൊടുത്തു, അതിന് എന്തെങ്കിലും ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ഹെഡിൽ വരും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ വരും. സോ അതിന് തന്നെ മീനിങ് ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം. ഒന്നും വേണ്ട, എനിക്ക് 3 വീടുണ്ടെന്ന് വിചാരിച്ചോ. ഒന്ന് ഞാൻ താമസിക്കാനാണ്, ബാക്കി 2 ഞാൻ റെന്റിന് കൊടുക്കുകയാണ്. ആ റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് കിട്ടും, ഇൻകം കിട്ടും വർഷം, അല്ലേ? മാസത്തിൽ റെന്റ് കിട്ടുന്നുണ്ടോ? ആ റെന്റ് ടാക്സബിൾ ആണ്. അതിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കാൻ നിർബന്ധിതനാണ്. കാരണം അതിന്റെ മുകളിൽ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. സോ അതിൽ കുറെ എക്സംഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഓർക്കുക. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ലാൻഡ് ഉണ്ട്, അത് വാടകയ്ക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചോ. ഒന്നും വേണ്ട, വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയും കൂടെ ഒരു തൊഴുത്തുണ്ടെന്ന് വിചാരിച്ചോ, ആ തൊഴുത്തും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, അതും ഇതിൽ വരും. അല്ല അത് മാത്രമല്ല, ഇപ്പൊ ലാൻഡ് ഒരു ഏരിയ, അതും കൂടെ അവിടെ ചെടി കുഴിച്ചിടാനും മറ്റു കാര്യത്തിനുമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ ഭാഗത്തിൽ വരും. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്താണ്? എനിക്കൊരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, സിമ്പിൾ ആയിട്ട് അത്രയും മനസ്സിലാക്കിയാൽ മതി. ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഞാൻ റെന്റിന് കൊടുക്കുകയാണ്, അതിന് എനിക്ക് ഇൻകം കിട്ടും. ആ ഇൻകം എന്താണ്? ടാക്സബിൾ ആണ്. അതിൽ കൂടുതലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട സംഗതി, നമ്മുടെ അസസി ഓണർ ആണെങ്കിലാണ് അയാൾ അതിന് ചാർജ് ചെയ്യുക. അസസി ഓണർ അല്ലെങ്കിൽ അതിന് ചാർജ് ചെയ്യൂല. സോ പല ടൈപ്പ് ഓണർ ഉണ്ട്, അതൊന്നും ഇപ്പൊ നമ്മളതിലേക്ക് ചെല്ലണ്ട. നമുക്ക് തിയറി ഭാഗം ലാസ്റ്റ് നമ്മളൊന്ന് ഓവറോൾ എടുത്ത് പറഞ്ഞു പോകുമ്പോൾ നമുക്കതിലേക്ക് ഇറങ്ങി ചെല്ലാം. ലീഗൽ ഓണർ, ബെനിഫിഷ്യൽ ഓണർ, ഡീംഡ് ഓണർ. ഒന്നുമല്ല, സ്വന്തമായിട്ട് ഞാൻ ഓൺ ചെയ്യുകയാണെങ്കിൽ അത് ലീഗൽ ഓണറായി. അതല്ല, നീ എൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു മൈനറുടെ കേസൊക്കെ, മൈനറുടെ പേരിലൊന്നും ആയിട്ടുണ്ടാവില്ല, 17 വയസ്സായിട്ടുള്ള, അപ്പോൾ അയാളുടെ സ്വന്തം പേരിൽ വസ്തുക്കളൊന്നും ഉണ്ടാവില്ല. അവൻ്റെ പാരൻ്റൊക്കെ മരിച്ചു പോയിട്ടുണ്ടെന്ന് വിചാരിച്ചോ, പക്ഷേ ഇയാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ അയാൾ ബെനിഫിഷ്യൽ ഓണറാണ്. ചില കേസിൽ ഡീംഡ് ഓണറായിട്ട് മാറും. ആ കേസുകളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇൻകം ഫ്രം HUP എന്ന് ഓർക്കുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇൻകം ടാക്സ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനോടൊപ്പം ഒരു സംഗതിയും കൂടെ നമ്മൾ പ്രത്യേകം ഓർക്കുക, കോമ്പോസിറ്റ് റെന്റ്. കോമ്പോസിറ്റ് റെന്റ് എന്താണെന്നുള്ളത്, ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാവും. ഇഫ് ദ ബിൽഡിംഗ് ഈസ് ലെറ്റ് ഔട്ട് വിത്ത് അതർ ഫെസിലിറ്റീസ് ലൈക്ക് വാട്ടർ, ഇലക്ട്രിസിറ്റി, ലിഫ്റ്റ് എക്സെട്ര. സോ ഇങ്ങനെ ഉണ്ട്, വാട്ടർ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, ലിഫ്റ്റ് ഒക്കെ ഉണ്ട്, ഒക്കെ പാടെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചോ, റെന്റ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റെന്റിൽ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഭാഗം സെപ്പറേറ്റ് ചെയ്യാൻ വിചാരിച്ചോ. ബിൽഡിങ്ങിൻ്റെ ഭാഗം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. ബിൽഡിങ്ങിന് ഇത്ര, വാട്ടറിന് ഇത്ര, ഇലക്ട്രിസിറ്റിക്ക് ഇത്ര, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഈ ഹെഡിൽ വരും. അതല്ല, ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. വാട്ടറിൻ്റെ, ഇലക്ട്രിസിറ്റിൻ്റെ, ലിഫ്റ്റിൻ്റെ, അതേപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ഒന്നിച്ച റെന്റ് നമുക്ക് ഇതിന് ഇത്ര 10,000, വാട്ടറിനും ഇലക്ട്രിസിറ്റിക്ക് ഇതിന് 2,000, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലേ എടുക്കുള്ളൂ. അത് ഇൻകം ഫ്രം HUPയിൽ എടുക്കൂല. അപ്പൊ എപ്പോഴും ഇൻകം ഫ്രം HUPയിൽ എടുക്കുള്ളൂ? നമുക്കിങ്ങനെ പല ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് നമുക്ക് ഈ പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, കാരണം ഇൻകം ഫ്രം HUP ആണ്, ഹൗസ് പ്രോപ്പർട്ടി ആണ്,
അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇൻകം ഫ്രം എച്ച് പിയിൽ വരും. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകളാണെങ്കിൽ അത് ഏത് ഹെഡിലാ വരിക? ഏത് ഹെഡിലാ കുട്ടികളെ പറഞ്ഞോ? ഹലോ, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയാറുണ്ടാവില്ല. എവിടെ കോമ്പോസിറ്റ് റെന്റ് എന്താ? നമ്മൾ ബിൽഡിംഗ് റെന്റ് ഉണ്ട്, വാട്ടർ, ഇലക്ട്രിസിറ്റി, ലിഫ്റ്റ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. അതിനൊക്കെ ഒന്നിച്ച് റെന്റ് വാങ്ങിക്കുകയാണ്. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻകം ഫ്രം എച്ച് പിയിൽ പെടും. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക. ഒന്നിച്ചാണെങ്കിൽ ഏതിലാ വരിക? അതർ സോഴ്സിലാണ് ഉൾപ്പെടുക. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു സംഗതി തന്നെ മനസ്സിലേക്ക് ഓടണം. ഇനി ഈ ഒരു ഭാഗം കൂടെ, ഇപ്പൊ രണ്ട് സംഗതി ഞാൻ പറഞ്ഞത് എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, കോമ്പോസിറ്റ് റെന്റ്, ഇത്രയും മതി. മൂന്നാമത് എന്തൊക്കെ എച്ച് പി ഇൻകംസ് ആണ് എക്സംപ്റ്റ് ചെയ്യാന്നുള്ളത്. എക്സംപ്റ്റഡ് എച്ച് പി ഇൻകം ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന്, ഇൻകം ഫ്രം ഫാം ഹൗസ് കണക്റ്റഡ് വിത്ത് അഗ്രികൾച്ചർ. ഫാം ഹൗസ് ഉണ്ട്, അത് റെന്റിന് കൊടുത്തിട്ടുണ്ട്. ഫാം ഹൗസ് ഞാൻ നേരത്തെ ജസ്റ്റ് എക്സാമ്പിൾ തൊഴുത്തൊക്കെ പറഞ്ഞിരുന്നു, അതിവിടെ ഒരു എക്സംപ്റ്റഡ് ആണ്. പക്ഷെ അതും റെന്റ്, അതൊരു ഹൗസ് പ്രോപ്പർട്ടി ആണ്, പക്ഷെ അത് എക്സംപ്റ്റഡ് ആണ്. ആ ഒരു ഓർമ്മയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫാം ഹൗസ് ആണ്, നമ്മൾ ഫാം ഹൗസ് എന്ത് ചെയ്തു? റെന്റിന് കൊടുത്തു. അതിന് കിട്ടുന്ന ഇൻകം എന്തല്ല? എച്ച് പി ഇൻകം അല്ല. അതെന്താണ്? എക്സംപ്റ്റഡ് ആണ്. കാരണം അത് അഗ്രികൾച്ചറിന്റെ പാർട്ടായിട്ടാണ് വരാറ്. അഗ്രികൾച്ചർ ഇൻകം കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റഡ് ഇൻകം ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ലാസ്റ്റ് തിയറീസ്, പ്രോബ്ലംസ് ഒക്കെ പഠിച്ചതിന് ശേഷം. അപ്പൊ ഒന്നെന്താ? ഇൻകം ഫ്രം ഫാം ഹൗസ്. ഫാം ഹൗസ് ആണെങ്കിൽ നോക്കേണ്ട, എക്സംപ്റ്റഡ് ആണ്. രണ്ട്, ആനുവൽ വാല്യൂ ഓഫ് 1 പാലസ് ഓഫ് എക്സ് ഇന്ത്യൻ റൂളർ. ഒന്നുമില്ല കുട്ടികളെ, പാലസുകളൊക്കെ ഉണ്ടാവും മുമ്പ് രാജാക്കന്മാരൊക്കെ നിന്ന്. അപ്പൊ അതിന്ന് കുറച്ച് ഇൻകം ഒക്കെ കിട്ടാറുണ്ടാവും. എന്താണ്? നമ്മൾ പോയിട്ട് വിസിറ്റ് ചെയ്തൊക്കെ പോരും. കാണാറില്ല നിങ്ങള്? അല്ലേ? അതിന്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അപ്പൊ 1 പാലസ് ഓഫ് എക്സ് ഇന്ത്യൻ റൂളർ, അതും എക്സംപ്റ്റഡ് ആണ്. മൂന്നോ, ഇൻകം ഫ്രം പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ അസസീസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എൻ്റെ ഒരു ബിൽഡിങ് എൻ്റെ ഒരു ബിസിനസ്സോ പ്രൊഫഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സംപ്റ്റഡ് ആണ്. പകരം ഞാൻ എക്സ് എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തു, എക്സ് അത് ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തു, അത് ഇൻകം ഫ്രം എച്ച് പിയിൽ വരും. കാരണം എൻ്റെ കാര്യം നോക്കേണ്ടത്, ഞാനാണ് ഓണർ. ഓണറുടെ ഭാഗത്ത് ചിന്തിക്കാം. ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടി ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തു. വിചാരിച്ചു എനിക്കൊരു റൂമുണ്ട്, ആ റൂമിൽ ഞാനൊരു കച്ചവടം തുടങ്ങി, അതിൽ നിന്ന് ഇൻകം കിട്ടി. അതൊരിക്കലും ഇതിൽ വരില്ല, ഇൻകം ഫ്രം എച്ച് പിയിൽ വരില്ല. അത് ബിസിനസ് ഓർ പ്രൊഫഷനിലാണ് വരിക. പകരം ഞാൻ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു, അയാൾ അതിൽ ബിസിനസ് തുടങ്ങി, ആ പ്രോബ്ലം, അത് ഇൻകം ഫ്രം എച്ച് പി ആണ്. എനിക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നാണ് ലാഭം കിട്ടിയിട്ടുള്ളത്, അല്ല ബിസിനസ് എന്നുള്ള ലാഭമല്ല. ക്ലിയർ ആണോ? അപ്പൊ എപ്പോഴാ? ഒന്ന്, ഫാം ഹൗസ്. രണ്ട്, പാലസ് ഓർത്താൽ മതി. മൂന്ന്, നമ്മൾ ആ പ്രോപ്പർട്ടി ആ ഓണറുടെ എന്താവശ്യത്തിന്? ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ യൂസ് ചെയ്താൽ. 4ഉം 5ഉം ഏകദേശം ഒന്ന് തന്നെയാണ്. 4 പറഞ്ഞാല് എനിക്ക് 3 ഹൗസ് ഉണ്ട് വിചാരിച്ചോ, അല്ല 3 അല്ല, ഒരു 4 ഹൗസ് ഉണ്ട്. 4 ഹൗസ് ഉണ്ട്. അതില് ഒന്ന് ഞാൻ താമസിക്കുന്നുണ്ട്, 2 താമസിക്കണില്ല, റെന്റിനും കൊടുക്കണില്ല. 4ാമത്തെ ഐറ്റം ഉണ്ടല്ലോ, അത് റെന്റിനും കൊടുക്കുന്നുണ്ട്. എനിക്ക് എത്ര വീടുണ്ടെന്ന് പറഞ്ഞേ? 4 വീടുണ്ട്. അതിൽ ഒരു വീട് ഞാൻ താമസിക്കുകയാണ്, 2 വീട് വെറുതെ അടക്കുകയാണ്, പിന്നത്തെയോ ഒന്നോ റെന്റിന് കൊടുക്കണം. റെന്റിന് കൊടുക്കണ ചർച്ച ഒന്നുമില്ല, അത് ഇൻകം ഫ്രം എച്ച് പിയിൽ വരും. പിന്നെ ഒരു പ്രശ്നം താമസിക്കുന്നത്, നമുക്ക് 2 വീടുകൾ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് പരിഗണിക്കാം. എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് താമസിക്കാൻ യൂസ് ചെയ്യണം എന്നുള്ള കാണിച്ചതുകൊണ്ട് നമുക്കതിന് ഒഴിവാക്കും. ഇൻകം ഫ്രം എച്ച് പി താമസിക്കണില്ല, സോറി, വേറെ വാടകയ്ക്ക് കൊടുക്കണില്ല.
ഇനി ഒന്ന് വേറെ എന്നുണ്ട്, നമ്മളത് വാടകയ്ക്ക് കൊടുക്കണമില്ല, എന്നാ അത് താമസിക്കണമില്ല. രണ്ടെണ്ണത്തിന് പുറത്തായി. രണ്ട് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ മൂന്നാമത്തെ ഒന്ന് വന്നു. അപ്പൊ എന്താ ചെയ്യുക, അത് ഇൻകം ഫ്രം HP വരും, കാൽക്കുലേഷനിൽ വരും. ചിലപ്പോൾ അത് ചെറിയൊരു ഭാഗമൊക്കെ ടാക്സിൽ വരികയും ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ചുരുക്കി പറഞ്ഞാൽ എത്ര ഹൗസ് ഉണ്ടായിക്കോട്ടെ, അതിൽ 2 ഹൗസ് മാത്രമേ എന്തായിട്ട് കാണിക്കാവൂ, സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ആയിട്ട് കാണിക്കാവൂ. അതന്നെയാണ് ആ 5ാമതും പറഞ്ഞിട്ടുള്ളത്. അതൊന്നും ഒരു വീട് നമ്മൾ ചിലപ്പോൾ സ്വന്തമായിട്ട് താമസിക്കാൻ യൂസ് ചെയ്യുന്നതാവാം. ആ സ്വന്തമായിട്ട് താമസിക്കാൻ യൂസ് ചെയ്യുന്ന വീട് എക്സെപ്റ്റ് ചെയ്യും, അത് ഇൻകം ഫ്രം HP വരില്ല. അപ്പൊ എത്ര സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ആണ്, 2 സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസുകളാണ് എക്സെപ്റ്റ് ചെയ്യുക. 3 അങ്ങനെ പറയാൻ പറ്റൂല. എങ്ങനെ, 3 വീടുണ്ട്, 3ലും ഞാൻ താമസിക്കുന്നുണ്ട്, അപ്പൊ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര വീടേ ഒഴിവാക്കുള്ളൂ, 2 വീട്. ഒന്നും വേണ്ട, എനിക്ക് ഇവിടെ പെരിന്തൽമണ്ണയും ചുങ്കത്തൊന്നും എൻ്റെ അടുത്ത നാട്ടിൽ ഒരു വീടുണ്ട്, 3ലും ഞാൻ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2 വീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഒക്യുപ്പൈഡ് കാണിക്കാം. ഒന്ന് എന്തായിട്ട് കാണിക്കേണ്ടി വരും, ലെറ്റ് ചെയ്യാനുള്ളതാണ്, ലെറ്റബിൾ പർപ്പസിനുള്ളതാണ്, വാടകയ്ക്ക് കൊടുക്കാനുള്ളതാണെന്നുള്ള ആ അസംഷനിലാണ് മുന്നോട്ട് പോവുക. 2 എണ്ണത്തിന് ടാക്സ് ഉണ്ടാവില്ല, മറ്റുള്ളതിന് ടാക്സിന് വേണ്ടി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അപ്പൊ 4 എന്താണ്, ഇൻകം ഫ്രം 2 സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ്. ദെൻ ഇൻകം ഫ്രം ഹൗസ് മീൻ ഫോർ സെൽഫ് റെസിഡൻസ്. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. നമ്മൾ തൽക്കാലം അത് ഓർത്താൽ മതി. ലാസ്റ്റ് ഏതാ, ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഓൺഡ് ബൈ ലോക്കൽ അതോറിറ്റി, പൊളിറ്റിക്കൽ പാർട്ടി, ട്രേഡ് യൂണിയൻ, ഹോസ്പിറ്റൽ. ഒന്നും വേണ്ട. ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ വില്ലേജോ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളത് അല്ലേ. ലോക്കൽ അതോറിറ്റി ഇതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ. ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തു വിചാരിച്ചോ, അത് ഇൻകം ഫ്രം HP വരാൻ പറ്റൂല. പൊളിറ്റിക്കൽ പാർട്ടീസ് ഓൺ ചെയ്യുന്ന, അപ്പൊ ഒന്നും വേണ്ട, ഒരു ഓഫീസുണ്ട് വിചാരിച്ചോ നാട്ടില്, ഈ കോൺഗ്രസിനും ലീഗിനും അല്ലെങ്കിൽ ഇവിടെ ഈ CPM-നൊക്കെ, അപ്പോൾ അവർക്കൊരു ഏരിയ ഉണ്ടാകുന്ന ഒരു ഭാഗം വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഇല്ലാന്ന് വിചാരിച്ചോ, അതും HP ഇൻകത്തിൽ വരാൻ പാടില്ല. അതേപോലെ ട്രേഡ് യൂണിയന്റെ ഓണർഷിപ്പിലുള്ളത്, ഹോസ്പിറ്റലിന്റെ ഓണർഷിപ്പിലുള്ളത്, ഇങ്ങനെയുള്ള ഒന്നും എന്തിൽ വരൂല, ഇൻകം ഫ്രം HP വരാൻ പാടില്ല. അപ്പൊ ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് HP ഇൻകം, ഏതൊക്കെയാ കുട്ടികളെ, ഫാം ഹൗസ്, 1 പാലസ്, 1 പാലസ് അങ്ങനെ തന്നെ ഓർക്കണം. പിന്നെ യൂസ്ഡ് ഫോർ അസസീസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. 4 എത്ര സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ്, ദെൻ ഇൻകം ഫ്രം മീൻ ഫോർ സെൽഫ് റെസിഡൻസ്, സ്വന്തമായിട്ട് താമസിക്കുന്ന വീട്. പിന്നെ ലോക്കൽ അതോറിറ്റി ഓൺഡ് ബൈ ലോക്കൽ അതോറിറ്റി, പൊളിറ്റിക്കൽ പാർട്ടി, ട്രേഡ് യൂണിയൻ, ഹോസ്പിറ്റൽ. ഇതിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ഇൻകം ഫ്രം HP കാണുക എന്നുള്ളതാണ്. എല്ലാവരും നോട്ട് എടുത്തോളി, ഹെഡ് എഴുതിച്ചോളി. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ഓർക്കുക. ആ കോമ്പോസിറ്റ് റെന്റ് ഒന്നിച്ചാണെങ്കിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റൂലെങ്കിൽ അതർ സോഴ്സിലേ വരൂ, അല്ലെങ്കിൽ ഇവിടെ വരും എന്ന് ഓർക്കുക. ഏതിനൊക്കെ ടാക്സ് ഇല്ല എന്നുള്ളത് ഓർക്കുക. എക്സംപ്റ്റഡ് ഏതൊക്കെയെന്ന് ഓർക്കുക. പിന്നെ ഇൻകം ഫ്രം HP അല്ലെ, ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി, ഒന്ന് നമ്മൾ പഠിക്കുന്നത് ലെറ്റ് ഔട്ട് ഹൗസിന്റെ ആണ്, വാടകയ്ക്ക് കൊടുക്കുന്ന ഹൗസിന്റെ ഇൻകം. അത് വെച്ചിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇതേ ഉള്ളൂ 90% പ്രോബ്ലം വരാറ്. ഇനി സെൽഫ് റെസിഡൻസിനുള്ള ഒരു 3 ഹൗസിന്റെ കേസൊക്കെ പറഞ്ഞ് 2 കൂടുതലായാൽ അത് എങ്ങനെയാന്നുള്ളത് നമ്മൾ പറയും. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി അതിലെന്താ ചെയ്യുക വെച്ചാൽ, ആദ്യം നമ്മൾ GAV കണ്ടുപിടിക്കും, ഗ്രോസ് ആനുവൽ വാല്യൂ.
ആ വീട് വാടകയ്ക്ക് കൊടുത്താൽ കിട്ടാവുന്ന അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ഉണ്ട്, അത് കണ്ടുപിടിക്കാനുണ്ട്. അതൊരു കമ്പാരിസൺ നടത്തിയിട്ടാണ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഹെഡ് കൊടുക്കുക, ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി, സബ് ഹെഡ്. ഹെഡ് മെയിൻ ഹെഡ് കൊടുക്കേണ്ട എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. താഴെ 1 എന്നിട്ട് കൊടുത്ത് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി എന്ന് കൊടുക്കുക. ഇതിൽ എങ്ങനെയാണ് അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അതെങ്ങനെ കാണാന്നുള്ളത് അടുത്ത ഭാഗത്ത് പഠിക്കും. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ഗ്രോസ് ആനുവലിന് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിളിക്കാം? GAV. GAVയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാം. മുനിസിപ്പാലിറ്റിക്ക് ടാക്സ് അടക്കും, നമ്മൾ കെട്ടിട നികുതി അടക്കുന്നുണ്ടാവും, വീട്ടിലൊക്കെ അടക്കുന്നുണ്ടാവും. അപ്പൊ ആ വാടകയ്ക്ക് കൊടുത്തതിന് അടക്കും, അത് കുറയ്ക്കുക. ഏത്? അപ്പൊ എന്ത് ചെയ്യും? ഒരു സാധനം കിട്ടും, നെറ്റ് ആനുവൽ വാല്യൂ. ഇതിൽ വേറെ സംഗതി കൂടെ കുറക്കാണ്ട് കിട്ടാം, അത് ഒരു ബേസ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതല്ല, 1-2 സംഗതികളോടൊക്കെ അവിടെ ഇവിടേക്ക് ഡിഡക്ട് ചെയ്യാണ്ട്. തൽക്കാലം മെയിനായിട്ട് മുനിസിപ്പൽ ടാക്സ് അത് കുറയ്ക്കാം. അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ. ദെൻ അതൊന്ന് എന്ത് കുറയ്ക്കാണ്ട്? റിഡക്ഷൻസ്. ശരിക്കും GAVന്ന് മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. നമുക്ക് ഇപ്പോഴും കിട്ടാത്ത റെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. 12 മാസം താമസിച്ചിട്ട് 11 മാസം റെന്റ് കിട്ടി, 1 മാസം കിട്ടിയില്ല. അപ്പൊ അത് കുറയ്ക്കാം. അപ്പൊ അതെത്തുമ്പോ പറഞ്ഞുതരാം, അൺറിയലൈസ്ഡിന്റെ ഭാഗത്തുള്ളൂ. അപ്പൊ തൽക്കാലം GAVയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ്, മെയിൻലി മുനിസിപ്പൽ ടാക്സ് കുറച്ച് എന്താണ്? മുനിസിപ്പൽ ടാക്സ് എന്തായാലും ഉണ്ടാവും, 99% ഉണ്ടാവും, 99 100 തന്നെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കേസുകൾ അടയ്ക്കാൻ വേണ്ടാത്ത കേസുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ മുനിസിപ്പൽ ടാക്സ് കുറച്ച് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ വിളിക്കും, NAV കിട്ടും. GAVന്ന് എന്ത് കുറച്ചാലാ കിട്ടുക? NAV. മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെന്റും ഉണ്ട്, അത് എത്തുമ്പോ പറഞ്ഞുതരാം. നോർമലി മുനിസിപ്പൽ ടാക്സ്. ഇനി അതിന് എന്ത് കുറയ്ക്കാണ്ട്? ഡിഡക്ഷൻസ് ഉണ്ട്. 2 ഡിഡക്ഷൻസ് ആണ് മെയിൻ ആയിട്ട്, 2-3 ഉണ്ട്. ആ 3 നമുക്ക് പഠിക്കാനുണ്ട്. മെയിൻലി 2. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. എന്താണ്? സാലറിയിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടായിരുന്നില്ലേ? 50,000 ആയിരുന്നില്ലേ? അല്ലേ? ഇവിടെ എമൗണ്ടിലല്ല പറയുന്നത്. എങ്ങനെയാ പറയുന്നത്? പേഴ്സൻറ്റേജിലാണ്. എങ്ങനെയാ പറയുന്നത്? പേഴ്സൻറ്റേജിലാണ്. NAVയുടെ എന്താ? NAV നെറ്റ് ആനുവൽ വാല്യൂ. എന്താ നെറ്റ് ആനുവൽ വാല്യൂ? GAVന്ന് മുനിസിപ്പാലിറ്റിയുടെ ടാക്സ് കുറച്ചത്, പഞ്ചായത്ത് ടാക്സ് കുറച്ച്. മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞാൽ ഫുള്ള് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തത് മാത്രമല്ല കേട്ടോ, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് ടാക്സ് അത് കുറച്ചത്. അപ്പോൾ ഡിഡക്ഷൻസ് ഒന്ന് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. കൂടാതെ നമ്മൾ ചിലപ്പോ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഈ ബിൽഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവും. എന്തെടുത്തിട്ടുണ്ടാവും? ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ലോണ് കുറയ്ക്കാൻ പറ്റൂല, പക്ഷെ ലോണിന് എന്തടച്ചിട്ടുണ്ടാവും? ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കൊടുക്കേണ്ടി വരും? അതിന് ഇൻട്രസ്റ്റ്. അപ്പൊ ലോണ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ട് ചെയ്യാൻ പറ്റും. എല്ലാ ഇൻട്രസ്റ്റുകളൊന്നും കുറയ്ക്കാൻ പറ്റില്ല, അതിനൊരു പ്രൊവിഷൻ ഒക്കെ ഉണ്ട്. തൽക്കാലം ഇത്രയും ഓർക്കുക, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ടും ലെസ് ചെയ്യാം. അപ്പൊ ഒന്ന് പഠിച്ചേ. തുടക്കം ആദ്യം എന്ത് കണ്ടുപിടിക്കണം? GAV കണ്ടുപിടിക്കണം. GAV തന്നിട്ടൊന്നും ഉണ്ടാവില്ല, അത് കണ്ടുപിടിക്കാനുള്ള മാർഗം വേറെ ഉണ്ട്. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം?
GAV കണ്ടുപിടിക്കും. വാട്ട് യു മീൻ ബൈ GAV? ഗ്രോസ് ആനുവൽ വാല്യൂ. ആ വീടിന് വരാവുന്ന ആനുവൽ വാല്യൂ, ഒരു വർഷത്തേക്ക് വരാവുന്ന ആനുവൽ വാല്യൂ അത് കണ്ടുപിടിക്കും. അത് എന്ത് കുറയ്ക്കും? മുനിസിപ്പൽ ടാക്സ്, പിന്നെ ഒരു സാധനം കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക, അൺറിയലൈസ്ഡ് റെന്റ്, അതും കൂടെ ലെസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂന് ഷോർട്ട് ആയിട്ട് എന്ത് വിളിക്കും? NAV ന്ന് എന്ത് കുറയ്ക്കും? ഡിഡക്ഷൻസ്. മെയിൻലി എത്ര ഡിഡക്ഷൻ? 2. ഒന്നെന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. എത്ര പെർസെന്റേജ്? എത്രയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? എമൗണ്ട് ആണോ പെർസെന്റേജ് ആണോ? പെർസെന്റേജ് ആണ്. എത്ര പെർസെന്റേജാ? ഏതിന്റെ 30%? നെറ്റ് ആനുവൽ വാല്യൂ NAV യുടെ 30%. പിന്നെ ഒരു സാധനം കൂടെ കുറയ്ക്കുക. എന്താണ്? നമ്മളിപ്പോൾ വീട് കെട്ടാൻ വേണ്ടിയിട്ട്, ആ റെന്റിന് കൊടുത്ത വീട് കെട്ടാൻ വേണ്ടിയിട്ട് ലോണൊക്കെ എടുത്തിട്ടുണ്ടാവും. ആ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് അടച്ചിട്ടുണ്ടാവും? ആ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. കാരണം എന്താ ആലോചിച്ച് നോക്കി, ഈ വീട് കെട്ടാൻ ഞാൻ ലോൺ എടുത്തിക്കണ്, ആ ലോൺ ഞാൻ ഇൻട്രസ്റ്റ് കൊടുത്തിക്കണ്, എന്നിട്ടോ ഇപ്പൊ അതിനെന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ഇൻകമായിട്ട് ടാക്സും കൊടുക്കുക പറഞ്ഞാൽ അപ്പൊ ഞാൻ ആ കൊടുത്ത ഇൻട്രസ്റ്റ് ഒക്കെ എന്താ ചെയ്യുക? നല്ല പ്രശ്നമുണ്ട്. ആ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാം. അതും കൂടെ കഴിഞ്ഞാലാണ് നമ്മൾ അതിനെന്ത് പേര് വിളിക്കുക? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. വലിയ പണിയൊന്നുമില്ല, സാലറിയെ പോലെ തുടക്കം മുതൽ. ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ഇത് പഠിക്കുങ്ങള്. SA വരെ വരും, എളുപ്പമായിരിക്കും കാണാം. SA വരെ വരും. എന്താ കാണണ്ടേ? GAV നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കുക? കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുക. അതും കൂടെ ഓർക്കുക, കമ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ എന്തൊക്കെയോ കമ്പയർ ചെയ്യാണ്ടെന്ന് ഓർക്കുക. അപ്പൊ എന്ത് കണ്ടുപിടിക്കും? എങ്ങനെ GAV കണ്ടുപിടിക്കുക പറഞ്ഞേ? എന്തൊക്കെയോ അത് കമ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. പിന്നെ അത് എന്ത് കുറയ്ക്കും? മുനിസിപ്പൽ ടാക്സും ഒന്ന് ഒരു സംഗതി കൂടെ ഞാൻ പറഞ്ഞിരുന്നു. ഏതാ? അൺറിയലൈസ്ഡ് റെന്റ്. അപ്പൊ എന്ത് കിട്ടും? NAV കിട്ടും. NAV യിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഏതൊക്കെ ഡിഡക്ഷൻ ആണല്ലേ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര പെർസെന്റേജാ? ഏതിന്റെ മുകളിൽ 30%? NAV യുടെ മുകളിൽ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതിങ്ങനെ ഓർത്താൽ മതി, നിങ്ങൾക്ക് അതാ എളുപ്പം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ലെസ് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് കിട്ടുന്നത് ഹൗസ് പ്രോപ്പർട്ടി. അപ്പൊ ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? ആദ്യം നമ്മളൊന്ന് എടുത്തു നോക്കി, എന്തായിരിക്കും പഠിക്കേണ്ടി വരിക? GAV കമ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ആദ്യം നമ്മൾ GAV പഠിക്കും, പിന്നെ നമ്മൾ NAVക്ക് എത്തും, പിന്നെ നമ്മൾ ഇൻകം ഫ്രം HP എത്തും. 3 സ്റ്റെപ്പ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അപ്പൊ എങ്ങനെയാണ് GAV കണ്ടുപിടിക്കുക എന്നുള്ളത്? GAV കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ERV യും ARV യും കമ്പയർ ചെയ്യും, അതിൽ വലുതെടുക്കും. എന്തൊക്കെയാ പറഞ്ഞുതരാം. ERV യും ARV യും കമ്പയർ ചെയ്യും, അതിൽ എന്തെടുക്കണം? വലുതെടുക്കണം. ഇനി അതിനുള്ള പ്രശ്നം എന്താ വെച്ചാല്, ARV തന്നിട്ടുണ്ടാവും. ARV എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റെന്റൽ വാല്യൂ, ആക്ച്വൽ ആയിട്ട് കൊല്ലത്തിൽ കിട്ടിയ റെന്റ് എത്രയാന്നുള്ളത്. മനസ്സിലായോ? മാസം 10,000 കിട്ടി, കൊല്ലത്തിൽ എത്ര ഗ്രാം? 1,20,000 അല്ലേ? ആ ആനുവൽ റെന്റൽ വാല്യൂയും ആനുവൽ റെന്റൽ വാല്യൂ അതാണ് ഒറിജിനൽ കേട്ടോ, റെന്റൽ റിസീവ്ഡ്. ERV എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ. എന്താണ്? ഇത് രണ്ടും കമ്പയർ ചെയ്യും. അതെന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ,
നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യും, ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ആനുവൽ റെന്റൽ വാല്യൂ കുറച്ച് കാണിക്കും. അപ്പോൾ കുറച്ചിന് നമ്മൾ ടാക്സ് കൊടുത്താൽ പോരെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറ്റൂല, ഗവൺമെന്റ് അങ്ങനെ പറ്റിക്കാൻ പറ്റൂല. അതിനെന്ത് ചെയ്യും, ഒരു എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ സാധനം കൊണ്ടുവന്നു, എന്നിട്ട് അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അതിലേതാ വലുതിച്ചങ്ങൾ എടുത്തോളി. അതിലൊന്നും